മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 23 വേഴ്സ് 34. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവൻ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുവാൻ അവർ കുറിയിട്ടു. എല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്താൽ മാത്രമേ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കൂ. ക്ഷമിക്കാതെ നമ്മെ ഉപദ്രവിച്ചവരോടെല്ലാം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചാൽ മനസ്വസ്ഥതയുണ്ടാവുകയില്ല. നമ്മെ വിഷമിച്ചവരിൽ നിന്നെല്ലാം മാനസികമായി അകന്നു ജീവിക്കാനുള്ള പ്രവണത മാനുഷികമായി നമുക്കൊക്കെ ഉണ്ടാവും. ആ ജീവിതം ഒരു വിധത്തിലും ആസ്വാദ്യകരമായിരിക്കുകയില്ല. വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും കല്ലുകൾ കൊണ്ട് ജീവിത സൗധം കെട്ടിയുയർത്തുവാൻ ശ്രമിക്കരുത്. കുരിശിൽ കിടക്കുന്ന കർത്താവിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കാവുന്ന പല ഓർമ്മകൾ കടന്നു വന്നിരിക്കും. മതമേധാവികൾ തനിക്ക് വിപരീതമായി കള്ളക്കഥകൾ ഉണ്ടാക്കി ക്രൂശിക്കുവാൻ കളമൊരുക്കി. നീതി നടത്താനുള്ള ന്യായാധിപൻ പ്രബലന്മാരോട് ചേർന്ന് മനസ്സാക്ഷിക്ക് വിപരീതമായി തന്നെ ക്രൂശിക്കാൻ വിധിച്ചു. ബരാബാസിനേക്കാൾ അധമനായി തന്നെ അവർ കരുതി. ആപത്ത് സമയം ശിഷ്യന്മാർ തന്നെ ഏകനായി വിട്ടിട്ട് ഓടിപ്പോയി. പടയാളികൾ അനേകരുടെ മുൻപിൽ കർത്താവിനെ നിർത്തി അപമാനിക്കുകയും മുഖത്തു തുപ്പുകയും ചെയ്തു. അവയെല്ലാം ഈശോ മറന്നു. അവരോടൊന്നും എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ദൈവനിയമത്തിന് കീഴിൽ അവർ ശിക്ഷിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചു. നാം നമ്മുടെ ഉള്ളിൽ നിന്ന് വിമോചനവും വെറുപ്പും ഉപേക്ഷിക്കാമെങ്കിൽ സ്വർഗീയ സമാധാനം നമുക്ക് ലഭിക്കും. ഒരാൾ തനിക്ക് വെറുപ്പും വിദ്വേഷമുള്ളവരുടെ പേരുകളും അനുഭവിക്കാനുള്ള അനീതികളുടെ വിവരവും കടലാസിൽ എഴുതി ലിസ്റ്റുണ്ടാക്കി. ആ ലിസ്റ്റുകൾ കയ്യിൽ പിടിച്ച് മെഴുകുതിരിക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് കടലാസുകൾ അഗ്നിയിൽ എരിച്ചു. ചാമ്പലായി തീർന്ന കടലാസുകൾ നാലുപാടും കാറ്റിൽപ്പെട്ട് ചെറിയപ്പോൾ അഭൗമികമായ ഒരു സമാധാനം തനിക്ക് അനുഭവപ്പെട്ടു. നാം തമ്മിലുള്ള വിദ്വേഷത്തെയും വെറുപ്പിനെ ഉപേക്ഷിച്ചാൽ ജീവിതം ആസ്വാദ്യകരമാണ്. വെറുപ്പിന്റെ ഓർമ്മകൾ ഉള്ളിൽ തറയ്ക്കുന്ന അമ്പുകളാണെന്നുള്ളത്. എല്ലാ വെറുപ്പുകളും ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ ജീവിതം നമുക്ക് നയിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.